പാർട്ടിയെ മുഴുവൻ വിറപ്പിച്ച ഒരാളുടെ പ്രതികരണത്തിലേക്ക് നമ്മൾ പോവുകയാണ്. വോട്ടെണ്ണലിന്റെ അവസാന ഘട്ടം വരെ വിജയം പ്രതീക്ഷിച്ചതല്ല എന്നാണ് പയ്യന്നൂരിൽ നിന്നും UDFന്റെ പിന്തുണയോടുകൂടി വിജയിച്ച വി കുഞ്ഞികൃഷ്ണന്റെ പ്രതികരണം. ഇനിയെങ്കിലും പാർട്ടി തിരുത്താൻ തയ്യാറാകണം. താൻ ഉന്നയിച്ച ആരോപണങ്ങൾ ശരിയായിരുന്നു എന്ന് തെളിയിക്കുന്നതാണ് ജനവിധിയെന്നും വിജയിച്ചതിൽ വലിയ സന്തോഷമെന്നും കുഞ്ഞികൃഷ്ണൻ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. താൻ ഉന്നയിച്ച ആരോപണങ്ങൾ ശരിയാണെന്ന് തെളിയിച്ചുകൊണ്ട് ഒരു 7000 വോട്ടിന്റെ തിളക്കമാർന്ന വിജയവുമായി വി കുഞ്ഞികൃഷ്ണൻ വിജയിച്ചിരിക്കുകയാണ്. അദ്ദേഹം നമുക്കൊപ്പമുണ്ട്. അദ്ദേഹത്തോട് ചോദിക്കാം, ഒരു വലിയ വിജയം കരസ്ഥമാക്കിയിരിക്കുകയാണ്, എന്താണ് പ്രതികരിക്കുന്നത്? അല്ല, വിജയത്തിൽ സന്തോഷമുണ്ട് എന്നുള്ളതല്ലാതെ വേറെ എന്താ പ്രതികരണം? ഞാൻ ഉന്നയിച്ച വിഷയം അത് ജനങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് വിധി നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. നേതൃത്വത്തെ അണികൾ തിരുത്തുക എന്നതാണ് ഞാൻ ആവശ്യപ്പെട്ടത്. അപ്പോൾ അത് അണികൾ അതിന് സന്നദ്ധമായിട്ടുണ്ട്. ഇനി നേതൃത്വം തിരുത്തുമോ എന്ന കാര്യം കണ്ടറിയേണ്ടതാണ്. ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന സമയത്ത് അങ്ങേ വ്യക്തിപരമായിട്ട് വലിയ രീതിയിലുള്ള വിമർശനങ്ങളും അങ്ങക്കെതിരെ വലിയ രീതിയിലുള്ള ആരോപണങ്ങളും ഒക്കെ പാർട്ടിയിൽ നിന്നടക്കം വന്നിരുന്നു. അതെല്ലാം ഇപ്പൊ തെറ്റായിരുന്നു എന്നുള്ളത് ഇപ്പൊ പാർട്ടി വോട്ടുകളിലടക്കം വലിയ വിള്ളൽ വീഴ്ത്താൻ അങ്ങേ കൊണ്ടായി എന്നുള്ളതാണ്. അതിലെന്താണ്? അല്ല, പാർട്ടിക്കുള്ളിൽ വലിയ നിലയിൽ അടിയൊഴുക്കുണ്ടാകും, എനിക്ക് അനുകൂലമായി വോട്ട് ലഭിക്കുമെന്നത് തുടക്കത്തിൽ തന്നെ ധാരണയുള്ളതാണ്. അപ്പോൾ അത് അവസാനം പോളിംഗിന് ശേഷവും അത് നടന്നിട്ടുണ്ട് എന്ന ബോധ്യമുണ്ട്. പക്ഷേ ഈ അടിയൊഴുക്ക് എത്രത്തോളം വന്നത് നമുക്ക് ആർക്കും ഒരു കണക്ക് കൂട്ടാൻ സാധിക്കാത്തത് കൊണ്ട് ജയപരാജയങ്ങളെ സംബന്ധിച്ചുള്ള ഒരു കാര്യം സൂചിപ്പിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ജയപ്രതീക്ഷ കൈവിട്ടിട്ടില്ല. അപ്പോൾ ആ നിലയിൽ ഒരു അനുകൂലമായ ഒരു സാഹചര്യം തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാർട്ടി സഖാക്കളിൽ നിന്നുൾപ്പെടെ ഉണ്ടായിട്ടുള്ളത്. ഈ ശരിക്കും തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിലും ശരിക്കും വിജയം പ്രതീക്ഷിച്ചിരുന്നതാണോ? ഇങ്ങനെ ഒരു ഭൂരിപക്ഷം പ്രതീക്ഷിച്ചിരുന്നത് തന്നെയാണോ? ഞാൻ മത്സരിക്കുമ്പോൾ വിജയിക്കാനേ മത്സരിച്ചതല്ല, ഒരു പ്രതിഷേധത്തിന്റെ ഒരു സമരത്തിന്റെ ഭാഗമായിട്ടാണ്. പക്ഷേ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളുമായി പോകുമ്പോൾ ഒരല്പം ജനങ്ങളുടെ പ്രതികരണം കണ്ടപ്പോൾ ഒരു അനുകൂലമാകാൻ സാധ്യതയുണ്ട് എന്നൊരു തോന്നലുണ്ടായി. പോളിംഗ് കഴിഞ്ഞതിന് ശേഷം ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്ന പ്രതികരണം ഒരു വിജയപ്രതീക്ഷ നൽകുന്നതാണ്. അതുകൊണ്ട് അതിനുശേഷം ഒരു വിജയപ്രതീക്ഷയിൽ തന്നെയാണ് ഞാൻ നിന്നിരുന്നത്. അത് മാധ്യമങ്ങളോട് ഞാൻ പ്രകടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ കൃത്യമായി വോട്ടിന്റെ ഭൂരിപക്ഷം ഒന്നും പറയാൻ സാധിക്കുമായിരുന്നില്ല. ഇപ്പോൾ അത് നമുക്കെല്ലാം ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഈ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഈ TK ഗോവിന്ദനടക്കം അത് വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത് കൂടാതെ ഇപ്പൊ ജില്ലയിലൊരു കണക്കെടുത്താൽ പിണറായി വിജയൻ അടക്കം വലിയ രീതിയിലുള്ള വോട്ടുകളിൽ, കാരണം ആദ്യത്തെ ഒരു 7 റൗണ്ടോളം പിന്നിൽ നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. അപ്പോൾ ജില്ലയിൽ വലിയ രീതിയിലുള്ള തിരിച്ചടി ഉണ്ടായിട്ടില്ലേ? തിരിച്ചടി ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഞാൻ കൗണ്ടിംഗ് സ്റ്റേഷന്റെ ഉള്ളിലായിരുന്നു. മറ്റ് കാര്യങ്ങളെ സംബന്ധിച്ച് കൃത്യമായ ധാരണയില്ല, പറഞ്ഞു കേട്ട അറിവ് മാത്രമേ ഉള്ളൂ. ഇതൊരു തിരുത്താനുള്ള അവസരമാണ്. CPM-നെ സംബന്ധിച്ചിടത്തോളം തിരുത്താനുള്ള അവസരമാണ്. തിരുത്തിയാൽ ആ പാർട്ടിക്ക് നല്ലത് എന്നത് മാത്രമേ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂചിപ്പിക്കാൻ. അപ്പോൾ അങ്ങനെ തന്നെയാണ്, തിരുത്തിയാൽ പാർട്ടിക്ക് നല്ലത് എന്നുള്ള ഒരു സന്ദേശം തന്നെയാണ് അദ്ദേഹത്തിന് ഇപ്പോഴും നൽകാനുള്ളത്. കണ്ണൂരിൽ നിന്നും ക്യാമറ പേഴ്സൺ ഇന്ദ്രജിത്തിനൊപ്പം M. മുബാറക്, ന്യൂസ് മലയാളം.